UDF-ൽ ഒരു നേതൃമാറ്റം ആവശ്യമാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുക അത്ര എളുപ്പമാകില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും കരുതിയിരുന്നത് അദ്ദേഹം തോൽക്കുമെന്നായിരുന്നു. അതിനുവേണ്ടി പാർട്ടിക്കുള്ളിലെ പലരും പല ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ വിജയിച്ചു കയറിയത്. അന്ന് സുധാകരന്റെ വിജയത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും ഒതുക്കാനും ശ്രമിച്ചവർ അദ്ദേഹത്തിന്റെ വിജയത്തിലും ജനപിന്തുണയിലും ആശ്ചര്യപ്പെട്ടിരുന്നു. അതായിരുന്നു കെ സുധാകരന്റെ തിരിച്ചുവരവ്. എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ തന്നെ അദ്ദേഹം നെഞ്ചുവിരിച്ചു നിന്നു. CPM-നോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സുധാകരന്റെ നിലപാട് അണികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത ബലപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കെ സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റാനുള്ള നീക്കം അത്ര എളുപ്പമാകില്ല. ഇക്കാര്യത്തിൽ കെ സുധാകരന്റെ സന്നദ്ധത തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും. കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ എതിർചേരിയിൽ ഉള്ളവരാണ്. അവരാണ് അത്തരം ചർച്ചകൾക്ക് തുടക്കമിട്ടതും. എന്നാൽ പാർട്ടിയെ തുടർച്ചയായി വിജയത്തിലേക്ക് നയിക്കുന്ന നേതാവിനെ ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് മുതിർന്ന നേതാക്കളുടെ പക്ഷം. അതിന്റെ ഭാഗമാണ് സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യം ഇല്ല എന്ന ശശി തരൂർ MP-യുടെ നിലപാടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയതും ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തിയതും കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനം കാഴ്ചവെച്ചതുമൊക്കെയാണ് സുധാകരനെ മാറ്റേണ്ട എന്ന നിലപാടിലെത്താൻ കാരണമായി ശശി തരൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ മാറ്റുക എന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. ഇത് പാർട്ടിയിലെ അധികാര പോരിന് കുറച്ചുകൂടി ആക്കം കൂട്ടുമെന്നതും ഉറപ്പാണ്. യുവ നേതൃത്വം വരണമെന്ന ആവശ്യം മുന്നിൽ നിർത്തി സുധാകരനെ മാറ്റാനുള്ള നീക്കം VD സതീശന് പാർട്ടിയിൽ നേട്ടമുണ്ടാക്കാനാണെന്ന് എതിർചേരി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം ചെന്നിത്തലയെയും K മുരളീധരനെയും അടക്കമുള്ളവരെ ഒതുക്കാനുള്ള മാർഗവും. അതുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരൻ മാറുന്നെങ്കിൽ സമാനമായ വിധത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മാറ്റം വരട്ടെ എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതേസമയം നേതൃമാറ്റം ആവശ്യമാണെന്ന നിലപാടിലാണ് പുതുതലമുറയിലുള്ള നേതാക്കൾ. കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന് ആദ്യം പറഞ്ഞത് ശശി തരൂരാണ്. തരൂരിന്റെ നിലപാടിൽ വിജയിക്കുമ്പോൾ KPCC അധ്യക്ഷനെ എന്തിനു മാറ്റണം എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നാണ് മറ്റൊരു വാദം. രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയ നേതാക്കളും KPCC പ്രസിഡന്റ് ഇപ്പോൾ മാറേണ്ടെന്ന നിലപാടിലാണ്. അതേസമയം സംഘടന ചലിക്കാതെ പ്രതിപക്ഷ പ്രവർത്തനം ഫലവത്താവില്ലെന്ന ഉറച്ച നിലപാടിലാണ് VD സതീശൻ. KPCC-യിൽ അഴിച്ചുപണി വേണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ പക്ഷേ അതേ ആവശ്യം ആവർത്തിക്കുന്നില്ല. ഒരു പൊതു തീരുമാനമായി ഉയർന്നു വരാൻ കാത്തിരിക്കുകയാണ്. താനായിട്ട് ഇക്കാര്യം ഉന്നയിക്കില്ലെന്നാണ് VD സതീശന്റെ നിലപാടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിലേക്ക് അദ്ദേഹം കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ അഴിച്ചുപണിയിലെ പൊട്ടിത്തെറി ഭയന്ന് സംഘടനയെ നിഷ്ക്രിയമാക്കി നിർത്തുന്നതിനോട് പുതുതലമുറയിലുള്ള നേതാക്കൾക്ക് അമർഷവുമുണ്ട്. ആരു പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വരട്ടെ എന്നാണ് നിലപാട്. KPCC ഭാരവാഹികളിൽ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന അനുകൂല രാഷ്ട്രീയമല്ല തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുകയെന്ന് മുൻകൂട്ടി കാണുന്നുണ്ട് ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം അധ്യക്ഷ ചർച്ചകളിൽ സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുക്കുമെന്നതാണ് കാര്യം. ക്രൈസ്തവ പ്രസിഡന്റ് KPCC-ക്ക് വേണമെന്ന ചർച്ചകൾ സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിന്നും വെല്ലുവിളിക്കുന്ന മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടന് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സുധാകരൻ മാറിയാൽ കുഴൽനാടന് അനുകൂല തീരുമാനം വരാനുള്ള സാധ്യതയുമുണ്ട്. മാത്യു കുഴൽനാടനൊപ്പം മറ്റു ചില പേരുകളും സജീവമായി തന്നെ പരിഗണിക്കുന്നുമുണ്ട്. സിറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജി M. ജോൺ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസും KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. ഇതിനിടയിലാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ അട്ടിമറി നീക്കം. ബെന്നി ബെഹനാന്റെ പേര് ചർച്ചയാക്കി യുവാക്കളുടെ സാധ്യത ഇല്ലാതാക്കാനാണ് ആ ഒരു നീക്കം. യുവ നേതാക്കൾ ഗ്രൂപ്പുകൾക്ക് അതീതരാണ്. അവർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകുന്നു. ഇതാണ് ഗ്രൂപ്പ് നേതാക്കളുടെ പ്രശ്നം. അതേസമയം മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ക്രിസ്ത്യൻ മേഖലയിൽ BJP നടത്തുന്ന തന്ത്രപരമായ കടന്നുകയറ്റം കോൺഗ്രസിന് ഭീഷണിയായേക്കാം.
കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർക്ക് ക്രൈസ്തവ സഭയിലുള്ള സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്. ഈഴവ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. നേതൃമാറ്റം ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പത്തനംതിട്ട MP ആന്റോ ആന്റണി, ചാലക്കുടി MP ബെന്നി ബെഹനാൻ എന്നിവരും സാമുദായിക പരിഗണന വെച്ച് ചർച്ചകളിലുണ്ട്. നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അടൂർ പ്രകാശിന്റെ പേരും പരിഗണിച്ചേക്കും. ദളിത് പ്രാതിനിധ്യം മുഖ്യ പരിഗണനയായി ഉയർന്നു വന്നാൽ കൊടിക്കുന്നിൽ സുരേഷും ഇടം പിടിക്കും. ബൂത്ത് തലം വരെയുള്ള പുനഃസംഘടന തീരാപണിയായി നിൽക്കുമ്പോഴാണ് തലപ്പത്ത് തന്നെ മാറ്റത്തിന് പാർട്ടി ഒരുങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ K സുധാകരന് കഴിഞ്ഞില്ലെന്ന ചർച്ചയാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനുമായുള്ള ബന്ധം മോശമായതാണ് സുധാകരന് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന വാദവും ശക്തമായി തന്നെയുണ്ട്. അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും 2026 ആദ്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി താങ്ങാനുള്ള കരുത്ത് പാർട്ടിക്കില്ലെന്ന വിചാരത്തിൽ രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ പരിശോധിച്ച് പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം.